ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ, അവിടെയുള്ള പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ US ആയാലും യൂറോപ്യൻ ആയാലും ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഭൂരിഭാഗം ഇൻഡെക്സുകളും ഫ്ലാറ്റ് ടു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്നലെ നൽകിയത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഈ രീതിയിൽ അണ്ടർ പെർഫോം ചെയ്യുന്നത്. ഇന്ന് തന്നെ നമ്മൾ ഗ്ലോബൽ ഇൻഡെക്സുകളിലെ ഫ്യൂച്ചറുകൾ നോക്കുകയാണെങ്കിലും അവിടെയും പോസിറ്റീവായിട്ടാണ് അതൊക്കെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി 26,000 എന്നുള്ള ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലിന് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ബുൾസിന്റെ ആ ഒരു ആധിപത്യം മെല്ലെ മെല്ലെ ഇല്ലാതാകുന്നതിന്റെ ഒരു സൂചനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് ആരംഭിച്ച RBI MPC മീറ്റിംഗ്, അതിന്റെ ഔട്ട്കമ്മിനെ കുറിച്ചിട്ടുള്ള ഒരു അനിശ്ചിതത്വം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പൊക്കെ ഒരു റേറ്റ് കട്ട് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്, അത് ഏകദേശം ഷുവറായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ എക്കണോമിസ്റ്റുകളും മാർക്കറ്റ് അനലിസ്റ്റുകളും രണ്ട് തട്ടിലായതായിട്ട് കാണാം. ഇപ്പോൾ നിലവിലുള്ള റേറ്റ് RBI കട്ട് ചെയ്യുമോ, അതല്ല നിലവിലുള്ള സ്റ്റാൻഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ ചെയ്യുക എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രഡിക്ഷൻ അസാധ്യമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ക്വാർട്ടറിൽ വന്നിട്ടുള്ള 8.2 എന്നുള്ള എക്സലന്റ് ആയിട്ടുള്ള GDP ഗ്രോത്ത്, അതാണ് ഈ ഒരു പോളിസി ആക്ഷന്റെ ആവശ്യമില്ലെന്നുള്ള ഒരു വാദം പല എക്സ്പേർട്ടുകളും മുന്നോട്ട് വെക്കാനുള്ള ഒരു കാരണം. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് അടുത്ത ക്വാർട്ടറിലും തുടരുമെന്നും, പ്രത്യേകിച്ച് റൂറൽ ഡിമാൻഡ് വർദ്ധിക്കുമെന്നും അർബൻ കൺസംഷൻ കൂടുമെന്നും മൊത്തത്തിലുള്ള ഗ്രോത്ത് ഇംപ്രൂവ് ആകുമെന്നും, അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സിന് യാതൊരു ഭീഷണിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പോളിസി ചേഞ്ചിന്റെ ആവശ്യമില്ലെന്നാണ് പല എക്സ്പേർട്ടുകളും പറയുന്നത്. എന്നാൽ നമുക്കറിയാം, കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ അത് മൾട്ടി ഇയർ ലോയിലേക്ക് പോയതായിരുന്നു. അപ്പോൾ ഫുഡ് പ്രൈസസ് വളരെയധികം ലോവർ ആയതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ അതിന്റെ റെക്കോർഡ് ലെവലിലാണ് താഴേക്ക് പോയത്. അപ്പോൾ അത് RBIയുടെ ആ ഒരു ഫോർകാസ്റ്റിനേക്കാൾ എത്രയോ താഴെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൾട്ടി ഇയർ ലോ ഇൻഫ്ലേഷൻ അതെപ്പോഴും RBIയെ റേറ്റ് കട്ടിന് പ്രേരിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു CPI ഇൻഫ്ലേഷന്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഈ റേറ്റ് കട്ടിനെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റേറ്റ് കട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മ്യൂച്വലി ഒപ്പോസിംഗ് ആയിട്ടുള്ള ഈ രണ്ട് ഡാറ്റകളാണ് ഇവിടെ ഒരു അനിശ്ചിതത്വ മാർക്കറ്റ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഇവന്റിനെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 26,000 മുകളിൽ ഒരു മൂവ് നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിയാത്തത്. അപ്പോൾ RBI ഒരു റേറ്റ് കട്ട് നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിൽ ഒരു ഷോർട്ട് ടേമിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവ് മാർക്കറ്റിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൂടാതെ റേറ്റ് കട്ട് ഉണ്ടാവുമ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അവിടെ റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടറുകൾ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, ഓട്ടോ സെഗ്മെന്റിൽ, ഫൈനാൻഷ്യൽ സെഗ്മെന്റിലൊക്കെ വമ്പിച്ച ഒരു ഗ്രോത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലും ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കും, സ്റ്റോക്ക് മാർക്കറ്റിലും അത് പോസിറ്റീവായിട്ട് വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു സ്വാഭാവികമായിട്ടൊരു മൂവ് ഉണ്ടാവും. എന്നാൽ RBI റേറ്റ് കട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റ് ഒരു നെഗറ്റീവായിട്ട് എടുക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നില്ല. കാരണം അത് ഒരു ലോങ് ടേമിൽ ആ ഇന്ത്യയിലെ ഗ്രോത്ത് സ്റ്റോറിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെന്നും, അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ കുറിച്ച് ലോങ് ടേം പെർസ്പെക്റ്റീവ് വെച്ച് പുലർത്തുന്നവർ സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ തോതിലുള്ള ഒരു ക്രാഷ് ഒന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഏതായാലും ഇത്തരമൊരു സ്പെക്കുലേഷനിൽ അർത്ഥമില്ല. കാരണം MPCയുടെ മീറ്റിംഗ് ഇപ്പോൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും അതിൻ്റെ അനൗൺസ്മെന്റ് വരിക. അപ്പോൾ 10 മണിക്കാണ് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് നടത്തുക. ഏതായാലും നമുക്ക് അതുവരെ കാത്തിരുന്ന് കാണാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 26,325 എന്നുള്ള ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്നാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 300 ലെവൽ എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ എപ്പോഴൊക്കെ 26,300 താഴെ മാർക്കറ്റ് നിൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഏതൊരു ചെറിയ ബൗൺസ് ഉണ്ടായാലും അവിടെ ഒരു സെല്ലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സെൽ ഓൺ റൈസ് മാർക്കറ്റ് ആയിരിക്കും നമുക്ക് ഷോർട്ട് ടേമിൽ കാണാൻ കഴിയുക. ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഒരു ഡാറ്റകൾ നമ്മൾ പരിശോധിച്ചാൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ ഇപ്പോൾ 26,000 എന്ന ലെവലാണ്. ഇതിനു മുമ്പേ അത് 26,500 ആയിരുന്നു. എന്നാൽ 26,500 ഇപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ 26,100 എന്നുള്ള പ്രീമിയം 26,000 കഴിഞ്ഞാൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു പ്രീമിയം ആയിട്ടാണ് നമുക്ക് കാണുന്നത്. പുട്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 26,000 തന്നെയാണ് ഹയസ്റ്റ് പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ്. സെക്കൻഡ് ഹയസ്റ്റ് പക്ഷേ 25,500 അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കൺസേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ആ ഒരു റേഞ്ചിൽ സ്വാഭാവികമായിട്ടും 26,000 താഴെയുള്ള ഒരു റേഞ്ച് ആയിരിക്കും ഷോർട്ട് ടേമിൽ നമ്മൾ കാണുക. ഇതുകൂടാതെ നമുക്ക് കാണാൻ കഴിയും, ഇന്ന് ഇന്ത്യൻ റുപ്പി ഇന്നും സ്പോട്ട് ലൈറ്റിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഫ്രീ ഫോള് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഹയസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് 90.38 എന്ന ലെവലാണ്. ഹിസ്റ്റോറിക്കലി
അതിൻ്റെ ഏറ്റവും മോശം പ്രകടനമാണ് റുപ്പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഡൊമസ്റ്റിക് കറൻസി ഇന്ത്യൻ റുപ്പി വീക്കാകുമ്പോൾ അവിടെ നേട്ടം കൊയ്യുന്ന ചില സെക്ടറുകളുണ്ട്. അതിലൊന്നാണ് IT സെക്ടറും ഫാർമ സെക്ടറും ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറും ഒക്കെ. ഇപ്പോൾ ഇന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും IT സെക്ടറിൽ പോസിറ്റീവിലാണ് ക്ലോസിംഗ് നടന്നത്. അവിടെ വിപ്രോ, TCS, ഇൻഫോസിസ്, എംഫസിസ്, ടെക് മഹീന്ദ്ര, HCL ടെക്, കോഫോജ് പോലെയുള്ള പല ലാർജ് ക്യാപ് IT കമ്പനികളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. കൂടാതെ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെന്റിലുള്ള IT കമ്പനി ഇപ്പോൾ സൊനാറ്റ സോഫ്റ്റ്വെയർ, ബിർള സോഫ്റ്റ്, ടാറ്റ എലക്സി, സെൻസാർ ടെക്, KPIT ടെക്, LTTS പോലെയുള്ള സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ കമ്പനികളൊക്കെ US ഡോളറിലാണ് അവരുടെ വിനിമയം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പിയിൽ റവന്യൂ ഇൻക്രീസ് ആയിട്ട് അവർക്ക് കാണാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏർണിംഗ്സ് പെർ ഷെയർ ബാലൻസ് ഷീറ്റിൽ വർദ്ധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഫാർമ സെഗ്മെന്റിൽ നമുക്കിന്ന് കാണാം ബയോകോൺ, ഡിവിസ് ലാബ്, അജന്ത ഫാർമ, ഡോക്ടർ റെഡ്ഡി, ടോറന്റ് ഫാർമ, ഗ്ലാൻ ഫാർമ, സൺ ഫാർമ, ഇപ്കാല പോലെയുള്ള പല ലീഡിംഗ് ഫാർമ സ്റ്റോക്കുകളും പ്രത്യേകിച്ച് US ഡോളറുമായിട്ട് ഡീൽ ചെയ്യുന്ന പല ഫാർമ സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവ് ക്ലോസ് ആയിട്ട് കാണാം. അപ്പോൾ ഈ ഫാർമ IT സ്റ്റോക്കുകൾ കൂടാതെ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകളിൽ ഇത് മിക്സഡ് റിയാക്ഷനാണ് ഉണ്ടാക്കുക. ഇപ്പോൾ ONGC, ഓയിൽ ഇന്ത്യ പോലെയുള്ള എക്സ്പ്ലോറേഷൻ കമ്പനികളിൽ സ്വാഭാവികമായിട്ടും അവർ ഡോളറിലാണ് ഡീൽ ചെയ്യുന്നത്. അവർക്ക് ഇത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. 1 to 2% ഏർണിംഗ്സ് പെർ ഷെയർ അവർ വർദ്ധിക്കാനത് കാരണമാകും. അതുപോലെ പെട്രോനെറ്റ്, LNG പോലെയുള്ള സ്റ്റോക്കുകളിലും അതും ഡോളർ ലിങ്ക്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ അവിടെയും ഏർണിംഗ്സ് പെർ ഷെയറിൽ ഏകദേശം 1 to 3% വർധനവുണ്ടാവും. മറ്റൊരു മേജർ എനർജി റിലേറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അത് മിക്സഡ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഉണ്ടാക്കുക. കാരണം ഇവർ ക്രൂഡ് ഓയിൽ വിദേശത്ത് നിന്ന് പർച്ചേസ് ചെയ്യുകയും റിഫൈൻഡ് ഓയിൽ കയറ്റുമതിയും ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അവിടെ ഇൻപുട്ട് കോസ്റ്റ് വർദ്ധിക്കും, കാരണം ഡോളറിലാണ് വാങ്ങുന്നത്. അതേസമയം റിഫൈൻഡ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നേരെ തിരിച്ചിട്ടുള്ള ഒരു എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ ബാലൻസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റിലയൻസിൽ ഇതൊരു നോ ലോസ് നോ പ്രോഫിറ്റ് എന്നുള്ള ലെവലിലുള്ള ഒരു സിറ്റുവേഷനാണ് ഈ റുപ്പി വീക്ക്നെസ് കൊണ്ടുണ്ടാവുക. ഇതേപോലെ ഓയിലിംഗ് മാർക്കറ്റിംഗ് കമ്പനികൾ പ്രത്യേകിച്ച് HPCL, BPCL, ഇന്ത്യൻ ഓയിൽ പോലെയുള്ള സ്റ്റോക്കുകളിലും ഈ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ പ്രത്യേകിച്ച് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ്, ഗുജറാത്ത് ഗ്യാസ് പോലെയുള്ള കമ്പനികളിൽ അവരുടെ ഇൻപുട്ട് കോസ്റ്റ് വർദ്ധിക്കുന്നത് അവരുടെ ഏർണിംഗ്സ് പെർ ഷെയറിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ റുപ്പി വീക്ക്നെസ് ഈ രീതിയിൽ ബാലൻസ് ഷീറ്റിൽ പല കമ്പനികളുടെയും റവന്യൂ വർദ്ധിക്കാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ അടുത്ത ക്വാർട്ടറിലെ റിസൾട്ടുകൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റും പ്രോഫിറ്റ് ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ കാണാൻ കഴിയും. ഇനി നമ്മൾ മാർക്കറ്റിൽ വലിയ ക്രാഷ് നടന്ന ഒല ഇലക്ട്രിക് എന്ന സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 62% കറക്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ് ഓല ഇലക്ട്രിക്. ഇപ്പോൾ അത് 38 എന്നുള്ള അവരുടെ ഹിസ്റ്റോറിക്കൽ ലോയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഓല ഇലക്ട്രിക് നമുക്കറിയാം ഇന്ത്യയിലെ ലീഡിംഗ് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറാണ്. 2-വീലർ, EV കൂടാതെ അതിൻ്റെ കമ്പോണൻസും ബാറ്ററി സെല്ലുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ആയിരക്കണക്കിന് സ്റ്റോറുകൾ ഓൾ ഇന്ത്യ ലെവലിൽ പടർന്നു കിടക്കുന്ന ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒടുവിൽ വന്നിട്ടുള്ള ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 50% ഒരു സെയിൽസ് ഡിക്ലൈനാണ് ഇവരുടെ വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു കാലത്ത് ഈ ഒരു മേഖലയിലെ മാർക്കറ്റ് ലീഡറായ ഒല ഇലക്ട്രിക് അവരുടെ രജിസ്ട്രേഷനും വലിയ തോതിൽ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ മന്ത്ലി 10,000-ൽ കൂടുതൽ രജിസ്ട്രേഷൻ നടക്കുന്ന ആ ഒരു ഒല ഇലക്ട്രിക്കിലാണ് ഇപ്പോൾ അത് താഴേക്ക് വന്ന് 8,000 എന്ന ലെവലിലേക്കാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ മാർക്കറ്റ് ഷെയർ ഇപ്പോൾ 7.4% എന്നുള്ള സിംഗിൾ ഡിജിറ്റിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഒക്ടോബറിൽ ആ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വമ്പിച്ച സെയിൽസ് കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയതായിരുന്നു. അപ്പോൾ അതിനെ മായ്ച്ചു കളയുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നവംബർ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവർ 5ാം സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഷെയറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഹീറോ വിധയേക്കാൾ താഴെ നിൽക്കുകയാണ്. ഹീറോ മോട്ടോകോപ്പിന് മുമ്പിലുള്ളത് ആത്തർ എനർജിയും ബജാജ് ഓട്ടോയും TVS മോട്ടോർ കമ്പനിയുമാണ്. ഈ ഒരു ആത്തർ എനർജിയിൽ ഹീറോ മോട്ടോകോപ്പിന് 30% സ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള മേജർ പ്ലെയേഴ്സിൻ്റെയൊക്കെ പിന്നിൽ വലിയ തോതിൽ കോമ്പറ്റീഷൻ നേരിട്ടുകൊണ്ട് നിൽക്കുകയാണ് ഓല ഇലക്ട്രിക്. എന്നാൽ Q2 റിസൾട്ടിനോടനുബന്ധിച്ച് ഇവർ നൽകിയ ഗൈഡൻസിൽ വമ്പിച്ച ഒരു ഗ്രോത്ത് ഒക്കെയാണ് ഇവർ പ്രവചിച്ചിട്ടുള്ളത്. 1,00,000 യൂണിറ്റൊക്കെ അടുത്ത ഹാഫ് ഇയർ കൊണ്ട് വിൽപ്പന നടത്തുമെന്നുള്ള ഒരു ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡാറ്റ നമുക്ക് നവംബറിൽ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ശക്തമായിട്ട് ഇപ്പോൾ ഫോൾ ആയിട്ടുള്ളത്. അപ്പോൾ തുടർച്ചയായി ലോസ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്പനി ഇനിയൊരു റിക്കവറി എന്ന് പറയുന്നത് വളരെയധികം ടഫാണ്. കാരണം അത്രമാത്രം കോമ്പറ്റീഷനാണ് ഈ ഒരു മേഖലയിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സ്റ്റോക്കിൻ്റെ ഒരു ഭാവി നമുക്ക് അടുത്ത ക്വാർട്ടർ റിസൾട്ടോടുകൂടി മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.